ഹായ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് റിവേഴ്സൽ എന്താണെന്നും ബൈൻഡ് എന്താണെന്നും അതുപോലെ സ്റ്റേജിൽ പേലോഡ്സ് എന്താണെന്നും സ്റ്റേജിലെസ് പേലോഡ് എന്താണെന്നും പഠിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് നമ്മൾ ഡീപ്പായിട്ട് എത്തിയിലാക്കി ലേണിങ്ങിലേക്ക് പോവാണ്. അപ്പോൾ നമുക്ക് പേലോഡും കാര്യങ്ങളൊക്കെ കുറച്ച് പഠിച്ചിരിക്കണം. അപ്പോൾ ഇന്നലെ നെറ്റ്കാറ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മുടെ അതായത് ലിസണേഴ്സ് അതായത് ബൈൻഡ് റിവേഴ്സൽ അതൊരു എക്സാമ്പിൾ ആയിട്ട് വരും നെറ്റ്കാറ്റിന്റെ. സോ നെറ്റ്കാറ്റ് ഉപയോഗിച്ച് നമ്മൾ എന്താണ് ഫോർട്ടും കാര്യങ്ങളും ഫോർട്ടല്ല നമുക്ക് എങ്ങനെ അറ്റാക്ക് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. അപ്പം അതിൻ്റെ അകത്ത് ഞാൻ റിവേഴ്സൽ എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞിരുന്നു. അപ്പം അത് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, കാരണം ഇത് ടോപ്പിക് എടുത്തിട്ടാണ്. സോ നമ്മൾ ഇതിനു മുമ്പ് 1-2 വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഹാക്ക് ചെയ്യുമ്പം അതിനകത്ത് CV ഇങ്ങനെ ഓരോ ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് എന്തെങ്കിലും അപ്ലോഡ് ചെയ്ത് റിവേഴ്സൽ ആക്സസ് ചെയ്യാന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഞാൻ എടുക്കാത്ത നമുക്ക് റിവേഴ്സലിലും ഒന്നും പഠിക്കാത്തതുകൊണ്ടാണ്. അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് റിവേഴ്സലിലെ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് അത് ബേസ്ഡ് ആയിട്ടുള്ള അറ്റാക്കും കാര്യങ്ങളൊക്കെ നടത്താം. സോ ഇന്നലെ ഞാൻ പൈത്തന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എങ്ങനെ ബേസിക് ഇൻസ്റ്റാളേഷനും കാര്യങ്ങളാണ്. അപ്പം അതിനകത്ത് കുറച്ചൊരു കമന്റ് ഇട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെ ഫോണുള്ളൂ ഫോണിനകത്ത് എങ്ങനെ പൈത്തൻ പഠിക്കാൻ പറ്റുന്നു. ഓഫ് കോഴ്സ് ഫോണിനകത്ത് നമുക്ക് പൈത്തൻ പഠിക്കാൻ പറ്റും. അപ്പോൾ ഞാനൊക്കെ എൻ്റെ ബിഗിനിങ് സ്റ്റേജിലൊക്കെ ഞാൻ ഫോണിനകത്താണ് പഠിച്ചുകൊണ്ടിരുന്നത്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമുക്ക് പൈത്തൻ ടെർമിനലൊക്കെ അവൈലബിൾ ആണ്. അതിൽ നമുക്ക് സിമ്പിളായിട്ട് പൈത്തൻ ചെയ്ത് പഠിക്കാനൊക്കെ പറ്റും. ഓക്കെ, അത്യാവശ്യം നല്ല വലിയ ടാസ്ക് ഒക്കെ നമുക്ക് ചെയ്ത് പഠിക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് ടൈം കളയാൻ എന്തായാലും വീഡിയോയിലേക്ക് പോവാം. Okay, what is a reversal? A reversal is when the victim computer initializes a connection back to the attacker computer, giving the attacker remote command line access. അതായത് മെയിൻ ആയിട്ട് അറ്റാക്ക് രണ്ട് തരത്തിലുണ്ടാവും. ഒന്ന് GUI അറ്റാക്കും അതുപോലെ തന്നെ കമാൻഡ് ലൈൻ അറ്റാക്കും. GUI അറ്റാക്ക് എന്ന് പറയുമ്പം ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ്, അതിന് പല ഓപ്ഷൻസ് ഉണ്ടാവും. ഇതുപോലെ IP അഡ്രസ് സെറ്റ് ചെയ്യും, പിന്നെ അതുപോലെ അറ്റാക്ക് ചെയ്യാനുള്ള പോർട്ട് സെറ്റ് ചെയ്യുക, അങ്ങനെ നമുക്ക് GUI യൂസ് ചെയ്ത് അറ്റാക്ക് ചെയ്യാം. പക്ഷെ ബേസിക്കലി ഏറ്റവും കൂടുതൽ കമാൻഡ് ലൈൻ അറ്റാക്ക് ആണ് ഉള്ളത്. അപ്പം എല്ലാ ബൈൻഡിലും റിവേഴ്സലും എന്ത് രീതിയിൽ വരും? കമാൻഡ് ലൈനിൽ വരും. ഓക്കെ, റിവേഴ്സൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കും, അതായത് ഒരു അറ്റാക്കർക്ക്, സോ ഞാനിവിടെ എക്സാമ്പിൾ ആണ് തരാം. ഓക്കെ, ബൈൻഡ് എന്താണെന്ന് നോക്കാം. അതായത് ബൈൻഡ് എന്ന് പറയുമ്പോൾ ഒരു ടാർഗറ്റ് സെർവർ ഉണ്ടാവും. ആ ടാർഗറ്റ് സെർവറിലെ പോർട്ട് ഓപ്പൺ ആയിരിക്കും. സോ അത് നമ്മൾ വെൽക്കം ചെയ്യും. നമ്മൾ സക്സസ്ഫുള്ളി ആ ടാർഗറ്റ് സെർവറിലേക്ക് കണക്ട് ആയിട്ട് അവിടെ അറ്റാക്ക് നടത്തും. ഓക്കെ, അതിനാണ് ബൈൻഡ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇവിടെ നമുക്ക് കാണാം, നമ്മുടെ കമ്പ്യൂട്ടർ ഓൺ ആയിരിക്കും. ആ കമ്പ്യൂട്ടറിൽ നമ്മൾ ഒരു പേലോഡ് സെറ്റ് ചെയ്യും. സോ ടാർഗറ്റ് സെർവറിൽ ഒരു പോർട്ട് ഓപ്പൺ ആയിരിക്കും. ആ പോർട്ടിലേക്ക് ഒരു കണക്ഷൻ സെൻഡ് ആവുന്നു. സോ അവിടെ നമുക്ക് സക്സസ്ഫുള്ളി ഒരു അറ്റാക്ക് കിട്ടുന്നു. അതിനാണ് ബൈൻഡ് എന്ന് പറയുന്നത്. അതിന്റെ അടിയിൽ നമുക്ക് നോക്കാം റിവേഴ്സൽ. ഓക്കെ, റിവേഴ്സൽ എന്ന് നോക്കുമ്പം അതായത് ടാർഗറ്റ് സെർവറിൽ നിന്ന് അറ്റാക്ക് മെഷീൻ നമ്മുടെ മെഷീനിലേക്ക് നമുക്ക് സെർവറിന്റെ കണക്ഷൻ കിട്ടും. നമ്മൾ അറ്റാക്ക് മെഷീനിൽ നമ്മൾ കണ്ടില്ലായിരുന്നു ഒരു പോർട്ട് നമ്മൾ പോർട്ട് ഓപ്പൺ ചെയ്ത് നോക്കുന്നു. ഓക്കെ, നെറ്റ്കാറ്റ് ഉപയോഗിച്ച് നമ്മൾ പോർട്ട് ഓപ്പൺ ചെയ്ത് നോക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു? ടാർഗറ്റ് സെർവർ നമുക്ക് നേരെ ഇങ്ങോട്ട് കണക്ഷൻ കിട്ടും. അതായത് നമ്മുടെ മെഷീനിലേക്ക് കണക്ഷൻ കിട്ടുന്നു. ഇത് മനസ്സിലാക്കാൻ കുറച്ച് പാടായിരിക്കും. അതായത് റിവേഴ്സൽ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ബാക്ക് ടു കണക്ഷൻ, അതായത് സെർവറിൽ നിന്ന് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കണക്ഷൻ കിട്ടും. പക്ഷെ ബൈൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ നേരെ സെർവറിലേക്ക് ഏതെങ്കിലും ഓപ്പൺ ആയിട്ടുള്ള പോർട്ടിലേക്ക് നമ്മൾ അറ്റാക്ക് ചെയ്യണം. അതായത് ഒരു എക്സാമ്പിൾ പറയാം. ഓക്കെ, ഇപ്പം നിങ്ങളുടെ ഫ്രണ്ട് വീട്ടിലില്ല, ഡോർ തുറന്നിട്ട് നിങ്ങളോട് പറയുന്നു, എന്താണ് നിങ്ങൾക്ക് എപ്പോഴും വരാം, കയറിയിരിക്കാന്നൊക്കെ പറയുന്നു. അപ്പൊ അവിടെ എന്തായി? ബൈൻഡ് ഷെല്ലായി. ഓക്കെ, അവിടെ റിവേഴ്സലായി. ഇൻ കേസ് നിങ്ങളുടെ ഫ്രണ്ട് വീട്ടിലുണ്ട്, പക്ഷെ നിങ്ങൾ ചെന്ന് കോളിംഗ് ബെൽ അടിക്കുന്നു. സോ നിങ്ങൾക്ക് ഡോറ് തുറന്നു വരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തായി? അവിടെ ബൈൻഡ് ഷെല്ലായി. റിവേഴ്സൽ നേരെ ആരുമില്ല, വീട്ടിലെ കതവ് ഓപ്പൺ ചെയ്തിട്ടേക്കുന്നു, നേരെ നമുക്ക് കയറി ചെല്ലാം. അവിടെ ഒരു റിവേഴ്സൽ കണക്ഷൻ ആയി. അതുപോലെ തന്നെയാണ്. ഓക്കെ, ബൈൻഡ് ഷെൽ ഈസ് വെൻ വിക്ടിം മെഷീൻ ഓപ്പൺസ് എ പോർട്ട് ആൻഡ് വെയിറ്റ്സ് ഓർ ലിസൺ ഫോർ ദ അറ്റാക്കർ ടു കണക്ഷൻ. വൺസ് ദ അറ്റാക്കർ കണക്ട് ദേ ഗെറ്റ് ഓൾ ഷെൽ ഓൺ വിക്ടിം. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവില്ല. സോ ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. ബൈൻഡ് ഷെൽ എന്ന് പറയുമ്പം അതായത് നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മളൊരു നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മളൊരു ബൈൻഡ് ഷെല്ല് ഓപ്പൺ ചെയ്യും, ഒരു കണക്ഷൻ ഓപ്പൺ ചെയ്യും. സോ ടാർഗറ്റ് സെർവറിലുള്ള ഒരു പോർട്ടുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യും. ഓക്കെ, ഈ റിവേഴ്സൽ എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മളൊരു പോർട്ട് ഓപ്പൺ ചെയ്യും, ആ പോർട്ടുമായിട്ട് ടാർഗറ്റ് സെർവർ കണക്ട് ചെയ്യും. ഓക്കെ, ഇതിനാണ് ബൈൻഡ് ഷെല്ലും റിവേഴ്സൽ എന്നും പറയുന്നത്. അവിടെ നോക്കുവാണെങ്കിൽ ഷെല്ല് ടൈപ്പ്, ഹൂ സ്റ്റാറ്റ്സ്, ഡിഫൈൻ. ഓക്കെ, ഒരു എക്സാമ്പിൾ എന്തിനു യൂസ് ചെയ്യുന്നു? ബൈൻഡ് ഷെല്ലാണെങ്കിൽ എന്താണ്? അറ്റാക്കർ കണക്ട്സ് ഓൺ വിക്ടിം ഓപ്പൺ പോർട്ട്. അതായത് ബൈൻഡ് ഷെല്ല് അറ്റാക്കർ വിക്ടിമിന്റെ പോർട്ടിലേക്ക് കണക്ട് ചെയ്യും. ഓക്കെ, ഒരു എക്സാമ്പിൾ, ഫ്രണ്ട്സ് ലീവ്സ് ഡോർ അൺലോക്ക്ഡ്, യു വാക്ക് ഇൻ. ഓക്കെ, നമ്മുടെ ഒരു ഫ്രണ്ട് ഡോർ തുറന്നിട്ട് പോയി. സോ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാം. അപ്പൊ എന്താണ്? സോ അതൊരു
നമ്മൾ നേരെ അങ്ങോട്ട് കയറിച്ചു. സോ അതെന്താണ് ഒരു ബൈൻഷെല്ലായിട്ട് കൂടും. സിമ്പിൾ ടൈംസ് പറയുകയാണെങ്കിൽ അതായത് ബ്ലോക്കഡ് ആയിരിക്കും. ഇപ്പം അത് ബ്ലോക്കഡ് ആയിരിക്കും, ഫയർ വാളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബൈൻഷെൽ ഉപയോഗിക്കും, ചിലപ്പോൾ അത് ബ്ലോക്കഡ് ആയിരിക്കും. ഓക്കെ, പിന്നെ റിവേഴ്സൽ എന്താ നോക്കാം. വിക്ടിം കണക്ട്സ് ബാക്ക് ടു അറ്റാക്കർ ലിസണർ, അതായത് അറ്റാക്ക് ചെയ്യാൻ പോകുന്ന ആൾ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, റിവേഴ്സൽ എന്ന് പറയുന്നത്. ഫ്രണ്ട്സ് കോൾ യൂസേഴ്സ് ഡോർസ് ഓപ്പൺ കമ്മിങ്, അതായത് ഒരു കൂട്ടുകാരൻ നമ്മളെ വിളിച്ച് ഇങ്ങോട്ട് പറയാം, എന്റെ വീട്ടിലെ കഥ ഞാൻ തുറന്നിട്ടുണ്ട്, നിങ്ങൾ കയറി പോരെ. സോ അതെന്താ റിവേഴ്സൽ കണക്ഷൻ ആവും. ഓക്കെ, ഇറ്റ് വർക്ക്സ് ബിഹൈൻഡ് ഫയർവാൾ നാറ്റ് മോർ സ്റ്റെൽത്തി, അതായത് ഏറ്റവും കൂടുതൽ ഇൻവിസിബിൾ ആയിരിക്കും. ഫയർവാളിനോ നാറ്റിനോ ഇതിനെ പിടിക്കാൻ പറ്റില്ല. ഓക്കെ, അതായിരിക്കും ഏറ്റവും കൂടുതൽ എന്താ റിവേഴ്സലിന്റെ യൂസ്ഫുൾ എന്ന് പറയുന്നത്. സോ ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇത് നമ്മുടെ കമ്പ്യൂട്ടർ. ഓക്കെ, ഇത് നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മൾ ഒരു പേലോഡ് ഓപ്പൺ ചെയ്ത് നോക്കും. ഓക്കെ, ഒരു ബൈൻഷെൽ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കും. സോ ഇവിടെ ടാർഗറ്റ് സെർവറിൽ ഒരു ഓപ്പൺ പോർട്ട് ഉണ്ടെങ്കിൽ, അവിടെ ഒരു ഓപ്പൺ പോർട്ട് ഉണ്ടെങ്കിൽ ആ ഓപ്പൺ പോർട്ടിലേക്ക് നമ്മുടെ കമ്പ്യൂട്ടർ വഴി കണക്ട് ചെയ്യും. സോ ഇവിടെ സക്സസ്ഫുള്ളി അറ്റാക്ക് ആവും. ഇത് നേരെ തിരിച്ച് ടാർഗറ്റ് സെർവറിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ബൈൻഷെല് റിവേഴ്സല് ഇൻജെക്ട് ചെയ്ത് വെക്കും. സോ നമ്മുടെ അറ്റാക്ക് മെഷീനിൽ നമ്മൾ ഒരു പോർട്ട് ഓപ്പൺ ചെയ്ത് വെക്കും. സോ എവിടെയാണോ ആ പോർട്ടിൽ കണക്ഷൻ ഉള്ളത് അത് നേരെ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ആവും. സോ ഇവിടെ ഒരു അറ്റാക്ക് സക്സസ്ഫുള്ളി നടക്കും. ഓക്കെ, അടുത്ത വാട്ട് ഈസ് സ്റ്റേജ്ഡ് പേലോഡ് ആൻഡ് സ്റ്റേജ്ലെസ് പേലോഡ്. ഓക്കെ, നമ്മൾ മെറ്റസ്പോളിന്റെ ഉപയോഗിക്കും അറിഞ്ഞിരിക്കും. സോ നിങ്ങൾക്ക് തിയറി ഭാഗം കുറച്ച് അറിഞ്ഞിരിക്കണം, എന്നാലും കാര്യമുള്ളൂ. അപ്പം സ്റ്റേജ്ഡ് പേലോഡ് എന്താണ്, സ്റ്റേജ്ലെസ് പേലോഡ് എന്താണ്. ഓക്കെ, സ്റ്റേജ്ഡ് പേലോഡ്, ദ അറ്റാക്ക് ഹാപ്പൻസ് ഇൻ പാർട്സ്. ഫസ്റ്റ് എനി ടൈനി സ്റ്റേജ് 1 ലോഡർ റൺസ് ഓൺ ദ വിക്ടിം. ദ ലോഡർ ദെൻ ഫെച്ചസ് ദ ബിഗർ സൈസ് സ്റ്റേജ് 2 പേലോഡ്. അതായത് എക്സാമ്പിൾ നമ്മുടെ മെറ്റസ്പോളിന്റെ ഫ്രെയിംവർക്ക്. നമ്മൾ മെറ്റസ്പോളിന്റെ ഫ്രെയിംവർക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ പേലോഡ് ക്രിയേറ്റ് ചെയ്തു. എനിത്തിങ്, അതായത് ആൻഡ്രോയിഡ് ഫോണിനുള്ളതോ അതോ വിൻഡോസിനുള്ളതോ ഒരു പേലോഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഒരു APK അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇമേജ്, ഒരു EXE ഫയൽ, ഇപ്പൊ വിൻഡോസിനാണെങ്കിൽ .exe ഫയൽ എന്ന് പറഞ്ഞൊരു പേലോഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അത് പേലോഡ് ക്രിയേറ്റ് ചെയ്തു. ആ പേലോഡ് നമ്മൾ സെൻഡ് ചെയ്തു. ഓക്കെ, ആ പേലോഡ് സെൻഡ് ചെയ്തു, പേലോഡ് ഓപ്പൺ ആക്കി, പേലോഡ് റൺ ചെയ്തു, സോഴ്സസ് അറ്റാക്ക് ആയി, നമുക്ക് എന്താണ് കണക്ഷൻ കിട്ടി. സോ ഇതിനെന്തെന്ന് പറയും നമ്മൾ, ഇതിനാണ് സ്റ്റേജ്ഡ് പേലോഡ് എന്ന് പറയുന്നത്. അത് പല സ്റ്റേജസ് ഉണ്ടാവും. ഈ പേലോഡ് ക്രിയേറ്റ് ചെയ്യാനും പല സ്റ്റേജസ് ഉണ്ടാവും. ഇപ്പൊ നമ്മൾ കുക്ക് ചെയ്യുവാന്ന് വെച്ചോ, അതായത് ഇപ്പൊ എന്താണ് പറയുക, ഇപ്പൊ നമ്മൾ ഒരു കറി ഉണ്ടാക്കുവാണെങ്കിൽ അതിനകത്ത് നമ്മൾ പല പല ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യേണ്ടി വരും. അതായത് ഒന്ന് വെജിറ്റബിൾ കട്ട് ചെയ്യണം, പിന്നെ വാഷ് ചെയ്യണം. ഓക്കെ, വെജിറ്റബിൾ കട്ട് ചെയ്യണം, വാഷ് ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ള പൊടികളും കാര്യങ്ങളും ചേർക്കണം, മസാല പൗഡർ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ ചേർക്കണം. അതുപോലെ തന്നെയാണ് എന്താണ് നമ്മൾ ആദ്യം സ്റ്റേജ് ബൈ സ്റ്റേജ് ഉണ്ടാക്കുന്നു, പിന്നെ അത് അത് ഇൻജെക്ട് ചെയ്യുന്നു. സോ അത് നമുക്ക് എന്താണ് കണക്ഷൻ തിരിച്ചിടുന്നു. ഓക്കെ, നമ്മൾ മെറ്റസ്പോളിൽ പഠിച്ചിരുന്നു വൾണറബിലിറ്റി എന്താണ്. സോ വൾണറബിലിറ്റി മീൻസ് എ വീക്ക്നെസ് ഓഫ് എ സിസ്റ്റം ഓർ കമ്പ്യൂട്ടർ. സോ എനിത്തിങ്, ഒരു സെർവറിലെ കമ്പ്യൂട്ടറിൽ ഉണ്ടാകുന്ന ഒരു ഇതായിരിക്കും, അത് നമ്മൾ യൂസ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നു. ഓക്കെ, അത് കൂട്ടാണ്. ഓക്കെ, വാട്ട് ഈസ് സ്റ്റേജ്ലെസ് പേലോഡ് ഡെഫിനിഷൻ. എവറിത്തിങ് ഫുൾ പേലോഡ് ഈസ് സൈലന്റ് ഇൻ വൺ ഷോട്ട്, നോ എക്സ്ട്രാ ഡൗൺലോഡിംഗ് ലേറ്റർ. അതായത് ചുരുക്കത്തിൽ ഞാൻ സിമ്പിൾ ആയിട്ട് അതാണ് ഇങ്ങനെ ഡെഫിനിഷൻ കൊടുത്തത്. നമ്മുടെ സ്റ്റേജ്ഡ് പേലോഡ്സിൽ എന്തായിരിക്കും, നമുക്ക് ഓരോന്നായിട്ട് ഉണ്ടാക്കേണ്ടി വരും. പക്ഷേ നമുക്ക് ഓരോന്നായിട്ട് ഉണ്ടാക്കേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ടാർഗറ്റിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കണം, അവർ ആക്സസ് ചെയ്യണം. പക്ഷെ അതേസമയം സ്റ്റേജ്ലെസ് പേലോഡ് ആണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, ഇത്രേ ഉള്ളൂ. നമ്മൾ ഒരു സെർവറിൽ പോർട്ട് 21 FTP പോർട്ടിൽ ഒരു വീക്ക്നെസിന്റെ വെർഷൻ, ഓക്കെ എനിത്തിങ് വെർഷൻ ഏത് എക്സ്പയറി ആയതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, നേരെ റാപ്പിഡ് സെർവറിലോ അല്ലെങ്കിൽ മെറ്റസ്പോളിന്റെ ഡാറ്റ എക്സ്പ്ലോയിറ്റിൽ പോകുന്നു, നമ്മൾ സെർച്ച് ചെയ്യുന്നു, നമ്മൾ കണ്ടുപിടിക്കുന്നു. സോ അതിലൊരു എക്സ്പ്ലോയിറ്റ് അവൈലബിൾ ആണ്. ആ എക്സ്പ്ലോയിറ്റ് ഏതാണ്, എന്താണ് റിമോട്ട് RC, ഓക്കെ, അല്ലെങ്കിൽ റിവേഴ്സലായിരിക്കും. സോ നമ്മൾ അങ്ങനെ കണ്ടുപിടിക്കുന്നു. അപ്പൊ അതിനുള്ള കമാൻഡ് മാത്രം നമ്മൾ യൂസ് ചെയ്യുന്നു, റൺ ചെയ്യുന്നു, സെർവറിലേക്ക് അറ്റാക്ക് ചെയ്യുന്നു. അപ്പൊ അവിടെ എന്ത് സംഭവിച്ചു, അത് സ്റ്റേജ്ലെസ് പേലോഡ്. നമുക്ക് വേറെ കാര്യങ്ങൾ മേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് സെൽഫ് പേലോഡ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, നമുക്ക് അവിടെ പേലോഡ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി അത് ക്രിയേറ്റഡ് ആണ്. ജസ്റ്റ് അറ്റാക്ക് ലോഞ്ച് ചെയ്താൽ മാത്രം മതി. അപ്പൊ അതെന്താണ് സ്റ്റേജ്ലെസ് പേലോഡ്. ഓക്കെ, ഞാൻ സ്റ്റേജ്ലെസിന്റെ ഒരു ഇത് കാണിച്ചു തരാം. അതായത് സ്റ്റേജ്ലെസ്സിൽ നമ്മൾ അറ്റാക്കർ, ഓക്കെ, ഇവിടെ കാണാം. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് അതായത് ഓൾറെഡി വൾണറബിൾ ആയിട്ടുള്ള ഒരു സെർവറിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, ഇട്ട് കൊടുക്കുന്നു, നമുക്ക് തിരിച്ച് കണക്ഷൻ തിരിച്ചു കിട്ടുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ ഇൻ കേസ് സ്റ്റേജ്ഡ് ആണെങ്കിലോ നമ്മൾ മേക്ക് ചെയ്യുന്നു, ജസ്റ്റ് ഇട്ട് കൊടുക്കുന്നു. സോ അങ്ങനെ കുറെ കാറ്റഗറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ സ്റ്റേജ്ലെസ്സിലാണെങ്കിൽ ഓക്കെ, നമ്മൾ നേരെ എന്താണ് ഇപ്പം ക്രിയേറ്റ് ചെയ്ത്, അത് ഈ സെർവർ വൾണറബിലിറ്റി ഉള്ളതാണ്, സോ വീക്ക്നെസ് ഉള്ളതാണ്. അതിലേക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത്, നമ്മൾ 1-2 മെറ്റസ്പോളിന്റെ വീഡിയോസ് കണ്ടില്ലായിരുന്നോ, അത് കൂട്ടന്നെ വീക്ക്നെസ് ഉള്ളതാണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിലേക്ക് ജസ്റ്റ് നമ്മൾ അതിലേക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. സോ നമുക്ക് റിവേഴ്സ് കണക്ഷൻ കിട്ടുന്നു. അപ്പോൾ ഇത്രയാണ് എന്താണ്
എന്താണ് ബൈൻഡ് ഷെല്ലും അതുപോലെ തന്നെ റിവേഴ്സ് ഷെല്ലും സ്റ്റേജ്ലെസ്സും സ്റ്റേജിലെ പേലോഡ് എന്താണെന്ന് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് രണ്ടൊന്ന് ഡെമോസും കൂടെ കാണിച്ചു തരുമ്പം എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങളൊന്നും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. സോ ഞാൻ ഡെമോസ് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ എൻ്റെ മെറ്റസ്പോൾട്ടർ മെഷീൻ ഓൺ ആക്കിയിട്ടുണ്ട്. സോ ഇതിന്റെ വീഡിയോ കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് പോയി കാണുക എങ്ങനെയാണ് മെറ്റസ്പോൾട്ടർ മെഷീൻ എന്താ ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് സെൽഫായിട്ട് കമ്പ്യൂട്ടറും കാര്യങ്ങളും ഹാക്ക് ചെയ്ത് പഠിക്കാം. ഓക്കെ, ഞാൻ മെറ്റസ്പോൾട്ടർ മെഷീൻ റൺ ആക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു കണക്ഷൻ ഓൺ ചെയ്യൂ. NC-LVP പോർട്ട് ക്രിയേറ്റ് ചെയ്തു. 444 സെൻട്രൽ ലിസണിങ് ഓൺ എനി പോർട്ട്. ഓക്കെ, പോർട്ടിലേക്ക് ജസ്റ്റ് ഞാൻ എൻ്റെ ടെർമിനൽ ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, എൻ്റെ ടെർമിനൽ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. സോ NC-LVP 444 -E/bin/bash. ഓക്കെ, സോറി മിസ്റ്റേക്ക് പറ്റിപ്പോയി. ഓക്കെ, ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പം ക്ലിയർ. ഓക്കെ, NC-LVP ഓക്കെ 444 -E/bin/bash. നമ്മളിവിടെ ഒരു റിവേഴ്സല് ക്രിയേറ്റ് ചെയ്തു. അതായത് വിക്ടിമിന്റെ ഇതാണ് ഇപ്പൊ വിക്ടിം. സോ വിക്ടിമിന്റെ സെർവറിൽ നമ്മൾ ഒരു റിവേഴ്സല് ക്രിയേറ്റ് ചെയ്തു. സോ ഇവിടെ റിവേഴ്സൽ എന്താണ്, ഇവിടെ എന്തെങ്കിലും ഒരു പോർട്ട് ഉണ്ടോ, 44 എന്തെങ്കിലും പോർട്ട് ഉണ്ടോ, അതിലേക്ക് നേരെ കണക്ട് ചെയ്യാൻ വേണ്ടി നോക്കുവാണ്. സോ കണക്ഷന് വേണ്ടി പോവാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുവാണ്, നമ്മൾ ജസ്റ്റ് കണക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, NC-LVP 4 ലിസണിങ് ഓൺ ഇനി. ഓക്കെ, ഓക്കെ, എറർ എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ IP അഡ്രസ്സ് സെറ്റ് ചെയ്യാൻ മറന്നുപോയി. സോ അതുകൊണ്ടൊന്ന് എററാണ്, ഞാൻ മറന്നുപോയി. സോ ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ഒരു റിവേഴ്സൽ പേലോഡ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇവിടെ റിവേഴ്സൽ പേലോഡ് ക്രിയേറ്റ് ചെയ്തു. ഇവിടെ ഇതിപ്പോൾ എന്താണ്, ഇത് വിക്ടിമിന്റെ, അതായത് വിക്ടിമിന്റെ സെർവറാണ്. ഇവിടുന്ന് നമ്മുടെ പോർട്ടിലേക്ക് കണക്ഷൻ കിട്ടണം. സോ നമ്മുടെ പോർട്ടിലേക്ക് കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കണക്ട് ചെയ്യുവാണ്. ഓക്കെ, നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ക്ലിയർ ചെയ്ത് കാണിച്ചു തരാം. സോ കണക്ട് ചെയ്യാം. NC IP എന്താണോ, സോ ജസ്റ്റ് IP എടുക്കുക. 192.168.56.3. സോ ഇതാണ് നമ്മുടെ മെറ്റസ്പോൾട്ട്, നമ്മുടെ വിക്ടിമിന്റെ IP. ഓക്കെ, പോർട്ട് ഏതാണോ പോർട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. സോ പോർട്ട്. ഓക്കെ, നമുക്ക് ഇവിടെ കാണാം, അതായത് നമ്മുടെ മെറ്റസ്പോൾട്ട് മെഷീനിൽ കാണാം, അതായത് ടു കണക്ട് ടു ഇന്ന IP അഡ്രസ്സിലേക്ക് കണക്ട് ആയിട്ട് നമുക്ക് കാണാം. സോ പാറ്റോയ്സ് പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കാണാം OMI. സോ MSF അഡ്മിൻ, സോ ലിസ്റ്റ് LS, നമുക്ക് കാര്യങ്ങളെല്ലാം കിട്ടും. ഓക്കെ, നമുക്ക് എന്താണോ സെർവറിനുള്ളിലുള്ള ആ കാര്യങ്ങളൊക്കെ കിട്ടും. ഇതിനാണ് എന്തെന്ന് പറയുന്നത്, ബൈൻഷെൽ എന്ന്, റിവേഴ്സൽ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് മാറിപ്പോയതാണ്. ഓക്കെ, നമ്മുടെ പാർട്ട്, അതായത് ബൈൻഷെൽ റിവേഴ്സലിലുള്ള വീഡിയോസിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. റിവേഴ്സലും ബൈൻഷെലും കണക്ട് ചെയ്യാനുള്ള നെറ്റ്കാറ്റ് യൂസ് ചെയ്തിട്ട്. സോ അത് കാണും. ഇപ്പം റിവേഴ്സൽ എന്തായാലും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് ഇനി അടുത്ത സ്റ്റേജ്ലെസ് പേലോഡ് എന്താണെന്നും സ്റ്റേജ് പേലോഡ് എന്താണെന്നും നമുക്ക് നോക്കാം. ഓക്കെ, എന്താണ് സ്റ്റേജ്ലെസ് പേലോഡ്, അതുപോലെ തന്നെ സ്റ്റേജ്ലെസ് പേലോഡ് നമുക്ക് എന്താണെന്ന് നോക്കാം. സോ ഇതാണ് റിവേഴ്സും, അതായത് റിവേഴ്സൽ എന്ന് പറയുമ്പോൾ വിക്ടിമിന്റെ ഇതിൽ ഓൺ ആയിട്ടിരിക്കും. ഓക്കെ, വിക്ടിം നമ്മുടെ സെർവറായിട്ട് കണക്ട് ആവാൻ വേണ്ടി നോക്കും. ബൈൻഷെൽ എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ അവരുടെ സെർവറായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി നോക്കും. ജസ്റ്റ് ഇത്ര ആലോചിച്ചാൽ മതി. സോ എനിക്കിവിടെ ഞാൻ പിന്നെ റിവേഴ്സൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കി. സോ അങ്ങനെ എനിക്ക് മിസ്റ്റേക്ക് പറ്റിയതാണ്. ഓക്കെ, ഞാൻ റിവേഴ്സലിന്റെ ഇവിടെ ബൈൻഷെൽ പിന്നെ ആക്സസ് ചെയ്യാൻ നോക്കി. അതാണ് എനിക്ക് മിസ്റ്റേക്ക് പറ്റിയത്. അപ്പോൾ നമുക്ക് സ്റ്റേജ്ലെസ് പേലോഡ് എന്താണെന്നും സ്റ്റേജ് പേലോഡ് എന്താണെന്നും പഠിക്കാം. സോ MSF കൺസോൾ മെറ്റസ്പോൾട്ട് ഫ്രെയിംവർക്ക് ഓൺ ചെയ്തു. ഓക്കെ, മെറ്റസ്പോൾട്ട് ഫ്രെയിംവർക്ക് ഓൺ ആയിട്ടുണ്ട്. സോ നമുക്ക് സ്റ്റേജ്ലെസ് പേലോഡ് എന്താണെന്ന് പഠിക്കാം. സോ യൂസ് exploit/multi/handler. ഓക്കെ, ഇവിടെ യൂസിങ് കോൺഫിഗർഡ് പേലോഡ്. ഓക്കെ, നമുക്കിവിടെ ഒരു ഷെല്ല് ക്രിയേറ്റ് ചെയ്യണം. ഷെല്ല് പേലോഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ സെറ്റ്
സെറ്റ് പേലോഡ് സോ വിൻഡോസ് WINDOWS ഓക്കെ വിൻഡോസ് /മെട്രോപിറ്റർ മെട്രോപിറ്റർ സോ റിവേഴ്സ് TCP. ഇവിടെ ഇതിന് നമ്മൾ എന്തെന്ന് പറയും, സ്റ്റേജ്ഡ് പേലോഡ് എന്ന് പറയും. സോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആണ്. സോ സെറ്റ് പേലോഡ് വിൻഡോസ് /മെട്രോപിറ്റർ reverse.tcp. ഓക്കെ, ഇത് നമ്മൾ എന്താണ് സ്റ്റേജ് ബൈ സ്റ്റേജ് ആണ് നമ്മൾ ഈ പേലോഡ് ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. സോ ഇത് എന്ത് ചെയ്യും, ഇത് നമ്മളൊരു പേലോഡ് ക്രിയേറ്റ് ചെയ്യണം. ഇതിപ്പോ നമ്മൾ സെറ്റ് പേലോഡ് ഫോർ വിൻഡോസിനുള്ള പേലോഡ് സെറ്റ് ചെയ്തു. മെട്രോപിറ്റർ നമുക്ക് മെട്രോപിറ്ററിൽ വേണം കിട്ടാൻ. സോ അതിന്റെ റിവേഴ്സ് എക്സ്പ്ലോയിറ്റ്, അതായത് നമുക്ക് റിവേഴ്സ് കണക്ഷൻ കിട്ടും. അപ്പൊ ഇത് നമ്മൾ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത പേലോഡ്. ഇനി നമ്മൾ .exe എന്ന് പറയുന്ന ഫോർമാറ്റിൽ നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കും. വിക്ടിം ഓപ്പൺ ചെയ്യും. സോ നമുക്ക് അറ്റാക്ക് ഇവിടെ നമുക്ക് ലോഞ്ച് നമുക്ക് ഇങ്ങനെ കിട്ടും. സോ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്റ്റേജ്ഡ് പേലോഡ്. അത് നമ്മൾ സ്റ്റേജ് ബൈ ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, വേറൊരു മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. സോ നമുക്ക് സ്റ്റേജ്ലെസ് എന്താണെന്ന് നോക്കാം. സോ MS കൺസോൾ റൺ ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് നമ്മൾ, അതായത് ഏതെങ്കിലും നമ്മൾ ഇതിനു മുമ്പ് മെറ്റസ്പോൾട്ടന്റെ അറ്റാക്ക് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു മെഷീൻ്റെ അത് വൾനറബിലിറ്റി കണ്ടിട്ടുണ്ടെങ്കിൽ, ഓക്കെ സെർവറിൻ്റെ അത് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പേലോഡ് നമ്മൾ സെർച്ച് ചെയ്യുന്നു. സോ നമ്മൾ പേലോഡ് സെറ്റ് ചെയ്യുന്നു. ജസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് നോക്കുന്നു. സോ നമ്മൾ ജസ്റ്റ് റൺ ചെയ്യിക്കുന്നു. ഓക്കെ, അത്രയേ ഉള്ളൂ. ജസ്റ്റ് സ്റ്റേജ്ലെസ് പേലോഡ് ഞാൻ കാണിച്ചു തരാം. സോ സെറ്റ് പേലോഡ് വിൻഡോസ് /മെട്രോപിറ്റർ METERP മെട്രോപിറ്റർ. ഓക്കെ, reverse.tcp. ഇവിടെ എന്താണ്, നമ്മൾ ഓൾറെഡി ഉള്ള ഒരു പേലോഡ്. ഓക്കെ, ഇവിടെ നമുക്ക് ഇവിടെ സ്റ്റേജിലല്ല. സോ ഇവിടെ ഓൾറെഡി ഉള്ള ഒരു പേലോഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, അറ്റാക്കിന് വേണ്ടി കൊടുക്കുന്നു. നമ്മൾ ഓരോ മിഷൻ്റെ അകത്തുള്ള, ഇവിടെ സ്റ്റേജില്ല, ഇവിടെ പേലോഡ് ഓൾറെഡി ഉള്ളതാണ്. സോ നമ്മൾ ഇത് എന്ത് ചെയ്യുന്നു, നേരെ മെറ്റസ്പോൾട്ടിലേക്ക് ഇപ്പൊ നമുക്ക് സെർച്ച് SPLOIT VSFTPD 2.3.4 സെർച്ച് ചെയ്ത് നോക്കാം. സോ നമുക്കിവിടെ കാണാം ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത പേലോഡാണ്. സോ VSFTPD ബാക്ക്ഡോർ എക്സിക്യൂഷൻ. ഓക്കെ, ഇത് നമ്മൾ ജസ്റ്റ് ഓൾറെഡി ഉള്ളൊരു പേലോഡാണ്. ഓക്കെ, ഇത് നമുക്ക് ഓൾറെഡി ഉള്ളൊരു പേലോഡ് ആയതുകൊണ്ട് എന്താണ്, നമുക്ക് ഇത് പേലോഡും കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യണ്ടില്ല. ജസ്റ്റ് ഇത് നേരെ ഒന്ന് എക്സ്പ്ലോയിറ്റ് മാത്രം ചെയ്താൽ മതി. സോ ഇത്രേ ഉള്ളൂ. സ്റ്റേജിൽ എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സ്റ്റേജ്ലെസ് പേലോഡ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, പിന്നെ ബൈൻഷെൽ റിവേഴ്സൽ. ഓക്കെ, ഇതിന്റെ ജസ്റ്റ് പ്രാക്ടിക്കലി നിങ്ങളൊന്നും ചെയ്ത് നോക്കുക. സോ നമ്മൾ നെറ്റ്കാറ്റ് ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ സ്റ്റേജ്ഡ് പേലോഡും സ്റ്റേജ്ലെസ് പേലോഡും ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, ജസ്റ്റ് പിന്നെ മെറ്റസ്പോൾട്ട് ക്രിയേറ്റ് ചെയ്ത് എന്താണ് സ്റ്റേജ്ഡ് പേലോഡ്, സോ സ്റ്റേജ്ലെസ്, പിന്നെ ബൈൻഷെൽ റിവേഴ്സൽ, ഇതൊക്കെ ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, പിന്നെ ഇന്നൊരു എത്തിക്കൽ ഹാക്കിങ്ങിന്റെ ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ ഒരു പൈത്തന്റെ വീഡിയോ ആയിരിക്കും. സോ നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. പൈത്തന്റെ വീഡിയോസ് ഒക്കെ കണ്ട് നിങ്ങൾക്ക് തന്നെ സെൽഫായിട്ട് ഇതുപോലെ ഒരു മെറ്റസ്പോൾട്ട് ഫ്രെയിംവർക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു അബിലിറ്റി നിങ്ങൾക്ക് ഞാൻ ആക്കി തരും. സോ നിങ്ങൾ എന്തായാലും ജസ്റ്റ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്യുക. സോ നമുക്ക് അടുത്തൊരു വീഡിയോ ഇനിയും കാണാം. ബൈ.